അല്ലാഹു 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 അല്ലാഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. റജബ് മാസം നമ്മോട് പിരിയാൻ അടുത്തു വരികയാണ്. ഈ സമയത്ത് റജബിലെ സുപ്രധാനമായ ഒരു കാര്യമാണ് ഇസ്രാഉം മിഅ്റാജും. അത് സംബന്ധമായി സാധാരണ നാം കേൾക്കാറില്ലാത്ത ചില കാര്യങ്ങൾ ആണ് നമ്മുടെ ഈ ചാനലിൽ ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിന്റെ ആദ്യം മുതൽ അവസാനം വരെ വളരെ ശ്രദ്ധയോടെ കേൾക്കുകയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ അത് ചെയ്യുകയും ലൈക്ക് നൽകുകയും കമന്റ് നൽകുകയും ചെയ്യണമെന്ന് ഉണർത്തുകയും അത് കൂടുതൽ ആളുകളിലേക്ക് എത്തുന്നതിന് വേണ്ടിയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇസ്രാ മിഅ്റാജ്. ഇസ്രാ എന്ന് പറയുന്നത് പരിശുദ്ധമായ ഖുർആൻ സൂറത്തിൽ തന്നെ അൽ ഇസ്രാ എന്ന പേരിട്ടുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായി അവന്റെ ഖുർആനിൽ സൂചിപ്പിച്ചതാണ്. അത് തന്നെ ഏറ്റവും വലിയ ഒരു മുഅ്ജിസത്താണ്. കാരണം സ്പീഡുള്ള വാഹനങ്ങളൊന്നും ഇല്ലാത്ത ഒരു കാലഘട്ടത്തിൽ 1400 കിലോമീറ്ററിലധികം പോവേണ്ട ഒരു സ്ഥലത്തേക്ക് രാത്രിയുടെ കുറഞ്ഞ സമയം കൊണ്ട് എത്തി എന്നതാണ് പരിശുദ്ധ ഖുർആനിൽ പറയുന്നത്. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ. അസ്റ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം തന്നെ രാത്രിയിൽ സഞ്ചരിച്ചു എന്നൊക്കെയാണ്. സറ അസ്റ എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ ലൈലൻ എന്ന് പറഞ്ഞത് എന്തിന് എന്ന് മുഫസ്സിരീങ്ങളൊക്കെ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. രാത്രിയിൽ നിന്നുള്ള കുറഞ്ഞ സമയമാണ് ആ യാത്ര എന്നതിനാണ് ലൈലൻ എന്ന പദം കൊണ്ടുവന്നത്. എന്നാൽ ഈ ഇസ്രാഉം മിഅ്റാജും ഉണ്ടായത് ഏത് മാസത്തിലാണ് എന്നതിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട്. ഈ അടുത്ത് യൂട്യൂബിൽ നിന്ന് തന്നെ ഒരു വീഡിയോ കേൾക്കാൻ സാധിച്ചു. മിഅ്റാജ് റജബിലാണെന്ന് പറയലാണ് ഏറ്റവും വലിയ കളവ് എന്ന്. ആലൂസി എന്ന് പറയുന്ന മുഫസ്സിർ പണ്ഡിതൻ, അദ്ദേഹത്തിന്റെ വലിയൊരു തഫ്സീർ ഗ്രന്ഥമാണ് റൂഹുൽ മആനി. റൂഹുൽ മആനിയുടെ 8ാം ഭാഗം 15ാം പേജിൽ പറയുന്നതായി കാണാം. സുബ്ഹാനല്ലദീ യസ്റാ എന്ന ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ജസമൻ നബവിയ്യു ഫി റൗളത്തി അന്നഹു ഫി റജബിൻ. മിഅ്റാജ് ഇസ്റാ ഉണ്ടായത് റജബിലാണെന്ന് നവവി ഇമാം ഉറപ്പിച്ചു പറഞ്ഞിരിക്കുന്നു. ഇതേ പ്രകാരം റൂഹുൽ ബയാൻ എന്ന് പറയുന്ന തഫ്സീറിന്റെ ഗ്രന്ഥം, അതിന്റെ 5ാമത്തെ ഭാഗം 103ാം പേജിൽ കാണാം. സുബ്ഹാനല്ലദീ യസ്റാ ബിഅബ്ദിഹി ലൈലൻ എന്ന് പറഞ്ഞ ആ ലൈലൻ എന്ന കൗലെടുത്ത് വെച്ചുകൊണ്ട് മഹാനവർകൾ വിവരിക്കുകയാണ്. വഹിയ ലൈലത്ത സബീൻ വയസ്രീന മിൻ റജബിൻ. റജബ് 27-നാണ് ഇസ്രാഉം മിഅ്റാജും ഉണ്ടായത്. റൂഹുൽ ബയാൻ ഭാഗം 5 103 നോക്കിയാൽ കാണാം. ഒരു തിങ്കളാഴ്ച ദിവസമാണ്. ഇത് പറഞ്ഞതിന് ശേഷം മഹാനവർകൾ ഒരു ചോദ്യം അവിടെ പറയുന്നുണ്ട്. അതിന്റെ മറുപടിയും അതുകൂടി പറഞ്ഞ് നമുക്ക് വിഷയത്തിലേക്ക് പ്രവേശിക്കാം. നീ ചോദിച്ചാൽ എന്താണ് ചോദ്യം? മിഅ്റാജ് ഇസ്രാഉം മിഅ്റാജും ഒക്കെ രാത്രിയിലാക്കിയത് എന്തിനാണ്? അത് പകല് ആക്കിക്കൂടായിരുന്നു? രാത്രി ആയതുകൊണ്ടല്ലേ ഇപ്പോൾ ഈ തർക്കങ്ങളൊക്കെ ഉണ്ടാവാൻ കാരണം? ഒരൊറ്റ രാത്രി കൊണ്ട് ഇത്ര ദൂരെ പോയിട്ടുണ്ടോ ഇല്ലേ? സ്വപ്നമാണോ? ശരീരം കൊണ്ട് പോയിട്ടുണ്ടോ? ഇങ്ങനെയുള്ള ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ മുഅ്മിനീങ്ങളായ ആളുകളൊക്കെ അത് കേട്ട ഉടനെ തന്നെ അത് വിശ്വസിച്ചിട്ടുണ്ട്. ഭൂരിപക്ഷം പണ്ഡിതന്മാരും
ശരീരവും കൊണ്ട് തന്നെയാണ് യാത്ര എന്ന് വളരെ വ്യക്തമായി സമർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ അവിടെ ഈ സംശയങ്ങൾക്കൊക്കെ വകയുണ്ടായത് രാത്രി ആയതുകൊണ്ടല്ലേ, എന്തുകൊണ്ട് പകലാക്കിയില്ല എന്ന ചോദ്യം അവിടെ ഉന്നയിക്കുകയും അതിനുവേണ്ടി മറുപടി പറയുകയും ചെയ്തിട്ടുണ്ട്. അത് എന്തിനാണെന്നാൽ ആരൊക്കെ അതിനെ വാസ്തവമാക്കും, ആരെല്ലാം അത് കളവാക്കും എന്നത് അള്ളാഹുവിനെ വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ ഒരു പരീക്ഷണമാണ് അത് രാത്രിയാക്കി മാറ്റിയത്. മാത്രമല്ല, രാത്രി എന്നത് ഒരു റാഹത്തിന്റെയും റസ്റ്റിന്റെയും സന്തോഷത്തിന്റെയും ഒക്കെ സമയമാണ്. പകല് ജോലി ചെയ്ത് ബുദ്ധിമുട്ടുന്ന സമയവുമാണ്. റാഹത്ത് സന്തോഷം എന്ന് പറയുന്നത് സ്വർഗത്തിൽ നിന്നുള്ളതും പ്രയാസം നരകത്തിൽ നിന്നുള്ളതുമാണ്. അതുകൊണ്ടാണ് അത് രാത്രിയാക്കിയത് എന്ന് മഹാനവർകൾ ഈ തഫ്സീറിന്റെ റൂഹുൽ ബയാൻ എന്ന തഫ്സീർ ഭാഗം 5 103 വിവരിക്കുന്നതായി കാണാം. എന്തിനു വേണ്ടിയാണ് മിഅ്റാജ്? അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകരെ കൊണ്ട് ഇങ്ങനെ ഒരു മിഅ്റാജ് നടത്തിയത് എന്ന് നാം ചിന്തിച്ചാൽ അതിന്റെ പിന്നിൽ ഒരു രഹസ്യമുണ്ട്. അത് പറയുകയാണ് എന്റെ ഉദ്ദേശം. ഒരിക്കൽ ആകാശവും ഭൂമിയും തമ്മിൽ ഒരു സംവാദം നടക്കുകയുണ്ടായി. ഈ ആശയപരമായ സംവാദങ്ങളെ സുന്നിയും മുജാഹിദും സുന്നിയും ഇങ്ങനെ പല വിഭാഗങ്ങളും നടത്താറുണ്ടല്ലോ. ഇതുപോലെ ആകാശവും ഭൂമിയും തമ്മിലുള്ള ഒരു സംവാദം. അവരിൽ നിന്ന് ആർക്കാണ് പവർ എന്നതിനെ പറ്റിയാണ് അവരുടെ സംവാദം. ആദ്യമായി ഭൂമിയാണ് ആരംഭിച്ചത്. ഭൂമി പറഞ്ഞു, ഞാനാണ് ആകാശമേ നിന്നെക്കാൾ മഹത്വമുള്ളത്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ രാജ്യങ്ങളെ കൊണ്ടും സമുദ്രങ്ങളെ കൊണ്ടും ഭംഗിയാക്കിയിരിക്കുന്നു. അതുപോലെ എന്നിൽ അനേകം നെഹ്റുകളുണ്ട്, നദികളുണ്ട്, എന്നിൽ വൃക്ഷങ്ങളുണ്ട്, എന്നിൽ പർവ്വതങ്ങളുണ്ട്. ഇവകളെ കൊണ്ടെല്ലാം അല്ലാഹു എന്നെ ഭംഗിയാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ആകാശമേ നിന്നെക്കാൾ സ്ഥാനം എനിക്കാണെന്ന് ഭൂമി ആകാശത്തെ വിളിച്ചുകൊണ്ട് പറയുകയാണ്. അപ്പോൾ ആകാശം പറഞ്ഞു, അന ഖൈറും മിൻക, ഞാനാണ് നിന്നെക്കാൾ മഹത്വമുള്ളത്, നിന്നെക്കാൾ പവർ എനിക്കാണ്. لأن الشمس والقمر والكواكب والأفلاك والبروج والعرش والكرسي والجنة فيها. കാരണം എന്നിലാണ് സൂര്യനും ചന്ദ്രനും ഉള്ളത്, എന്നിലാണ് നക്ഷത്രങ്ങളുള്ളത്, എന്നിലാണ് ഗോളങ്ങളുള്ളത്, എന്നിലാണ് അർശുള്ളത്, എന്നിലാണ് കുർസിയുള്ളത്, സ്വർഗം എന്നിലാണുള്ളത്. അപ്പോൾ ഭൂമി പറയുകയാണ്, അല്ല, ഭൂമിയാകുന്ന എന്നിൽ ഒരു വീടുണ്ട്, അത് ബൈത്തുള്ളയാണ്. അവിടെ അമ്പിയാക്കളും മുർസലീങ്ങളും ഔലിയാക്കളും മുഅ്മിനീങ്ങളും എല്ലാവരും ആ വീട് വന്നുകൊണ്ട് സന്ദർശിക്കുന്നുണ്ട്. അങ്ങനെയുള്ള മഹത്വമുള്ള ഒരു വീട് എന്നിലുണ്ടായത് കൊണ്ട് എനിക്കാണ് ഏറ്റവും സ്ഥാനം. ഭൂമി പറയുകയാണ്. അപ്പോൾ മറുപടിയായി ആകാശം പറഞ്ഞു, ഫിയൽ ബൈത്തുൽ മഅ്മൂർ, എന്നിൽ ബൈത്തുൽ മഅ്മൂർ ഉണ്ട്. അല്ലാഹുവിന്റെ മലായികത്തുകൾ ഓരോ ദിവസവും 70,000 മലക്കുകൾ അത് സന്ദർശനം നടത്തുന്നു. ആ മലക്കുകൾ പിന്നെ തിരിച്ചു വരുന്നില്ല, വേറെ 70,000 പിന്നെ അടുത്ത ദിവസം. അതുപോലെ അങ്ങനെയുള്ള ദിവസം ഒരു ബൈത്തുൽ മഅ്മൂർ എന്നിലുണ്ട്. എന്നിൽ സ്വർഗമുണ്ട്. ആ സ്വർഗം അംബിയ മുസ്ലിങ്ങളൊക്കെ ഭൂമിയെ എന്നിലുള്ള വീട്ടിൽ വന്നുകൊണ്ട് ഹജ്ജും ഉംറയും തവാഫും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ ഒക്കെയും അർവാഹ് എന്നിലുള്ള സ്വർഗത്തിലാണ് വസിക്കുന്നത്. ഔലിയാക്കളുടെയും സാലിഹീങ്ങളുടെയും ഒക്കെ അർവാഹ് സ്വർഗത്തിലാണ് താമസിക്കുന്നത്. അത് എന്നിലാണ്.
എന്ന് ആകാശം പറഞ്ഞപ്പോൾ ഭൂമി പറയുകയാണ് ഇന്ന സയ്യിദൽ മുർസലീൻ വഖാതിമൻ നബിയ്യീൻ വഹബീബി റബ്ബിൽ ആലമീൻ. ഇന്ന സയ്യിദൽ മുർസലീൻ, പ്രവാചകന്മാരുടെ നേതാവ്, നബിമാരെ പൂർത്തിയാക്കിയവർ, റബ്ബുൽ ആലമീനായ റബ്ബിന്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അഫ്ളലുൽ മൗജൂദാത്തി, മൗജൂദാത്തിന്റെ കൂട്ടത്തിൽ നിന്ന് ഏറ്റവും ശ്രേഷ്ഠരായ പ്രവാചകർ, ആ പ്രവാചകർ എന്നിലാണ് ജീവിച്ചിട്ടുള്ളത്. ആ പ്രവാചകരുടെ ശരീഅത്ത് എന്നിലാണ് നടപ്പിലാക്കുന്നത്. ഇത് പറഞ്ഞപ്പോൾ ഫലമ്മാ സമിഅത്തി സമാഉ ഹാദാ, ഇത് ആകാശം കേട്ടപ്പോൾ അജ്സത്ത് വസകനത്ത് അനിൽ ജവാബി, മറുപടി പറയാൻ സാധിക്കാതെ ഉത്തരം മുട്ടി. അള്ളാഹുവിലേക്ക് മുന്നിട്ടുകൊണ്ട് റബ്ബിനെ വിളിച്ചുകൊണ്ട് പറയുന്നു, ഇലാഹി അൻത തുജീബുൽ മുസ്തർ, പ്രയാസം അനുഭവിക്കുന്നവന്, ബുദ്ധിമുട്ടിയവന്, കഷ്ടപ്പെടുന്നവൻ, നിന്നോട് പ്രാർത്ഥിച്ചാൽ നീ ഉത്തരം ചെയ്യുമല്ലോ റബ്ബേ. ഭൂമിയോട് മറുപടി പറയാനില്ലാതെ ഞാൻ അശക്തനായിരിക്കും. അതുകൊണ്ട് അവസാനമായി ഭൂമി പറഞ്ഞത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിക്കുന്നത് എന്നിലാണ് എന്ന് പറഞ്ഞപ്പോൾ എനിക്കിനി മറുപടിയില്ല. അതുകൊണ്ട് ഫഅസ്അലുക അൻ തുസ്ഇദ മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇലയ്യ ഫഅതസറഫ ബിഹി കമാ തസറഫത്തിൽ അർളു ബിജമാലി. ആ പ്രവാചകരായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എന്നിലേക്ക് നീ ഒന്ന് കൊണ്ടുവരണം. ആ പ്രവാചകരെ കൊണ്ട് എനിക്കും പവർ ഉണ്ടാവണം. ഭൂമിക്ക് മഹത്വം ഉണ്ടായതുപോലെ എനിക്കും അവരുടെ മഹത്വം ലഭിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ മുന്നിൽ കരയുകയാണ് ആകാശം. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്തിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി. എന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം ഫിൽ ലൈലത്തി സാബിഅത്തി വൽ 20 മിൻ റജബ്, റജബിൽ നിന്നുള്ള 27ന്റെ രാത്രി ജിബ്രീൽ അലൈഹിസ്സലാമിനെ വിളിച്ചുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാമിനോട് പറയുകയാണ്, ഇദ്ഹബ് ഇലൽ ജന്ന, നിങ്ങൾ സ്വർഗത്തിലേക്ക് പോകണം. വഖുദിൽ ബുറാഖ്, അവിടെ ബുറാഖുണ്ട്, അതിനെ പിടിക്കണം. വദ്ഹബു ബിഹി ഇലാ മുഹമ്മദിൻ, എന്നിട്ട് ഭൂമിയിൽ പോയി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആകാശത്തേക്ക് കൊണ്ടുവരണം. ആകാശത്തിന്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം നൽകിയിട്ടുണ്ട്. ഫദഹബ ജിബ്രീലു, ജിബ്രീൽ അലൈഹിസ്സലാം സ്വർഗത്തിൽ ചെന്ന് നോക്കുമ്പോൾ 40,000 ബുറാഖുകൾ അവിടെ കാണുകയാണ്. അവരൊക്കെയും സ്വർഗത്തിൽ ഇങ്ങനെ മേഞ്ചി നടക്കുകയാണ്. അവരുടെയൊക്കെ നെറ്റിയിൽ ഇങ്ങനെ എഴുതി വച്ചിരിക്കുന്നു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവരിൽ നിന്ന് ഒരു ബുറാഖിനെ കാണുകയാണ്. കരഞ്ഞുകൊണ്ട് കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ടിരിക്കും. അത് ജിബ്രീൽ അലൈഹിസ്സലാം ചോദിച്ചു, ബുറാഖെ എന്തു പറ്റി? ആ സമയത്ത് ഇസ്മ മുഹമ്മദിൻ, 40,000 കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്റെ ഹൃദയത്തിൽ അന്നു മുതൽ ആഗ്രഹം വന്നിരിക്കുകയാണ്, സാഹിബ അദൽ ഇസ്മി, ഈ പേരിന്റെ ഉടമയായ പ്രവാചകരെ കാണണം. അതുകൊണ്ട് എനിക്ക് വെള്ളവും ഭക്ഷണവും ഒന്നും പിന്നെ ആവശ്യമുണ്ടായിട്ടില്ല. അപ്പോഴാണ് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം ബുറാഖിനെയുമായി
ഭൂമിയിലേക്ക് ഇറങ്ങുന്നു. അപ്പോൾ എന്തിനു വേണ്ടിയാണ് ഇസ്രാവും മിറാജും എന്ന് ചോദിച്ചാൽ, ഈ ലോകത്തുള്ള അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ നിന്ന് ഏറ്റവും ശ്രേഷ്ഠമായത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെന്ന് വ്യക്തമായി കാണിക്കുന്നതിന് വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്രാഉം മിഅ്റാജും ഉണ്ടാക്കിയിട്ടുള്ളത്. അതിന്റെ പ്രധാനമായ ഉദ്ദേശം അതാണെന്ന് ഈ സംഭവങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് നടന്ന മാസം ഏതാണ് എന്നതിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും അത് റജബിലാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുടെ പേരുകളും അവർ പറഞ്ഞ കിതാബും ഒക്കെ നമ്മുടെ ഈ ക്ലിപ്പിൽ ഉണ്ട്. അത് നാം മനസ്സിലാക്കി വെക്കണം. പല ആളുകളും പലതും പറഞ്ഞുകൊണ്ട് ഇങ്ങനെയുള്ളതിനൊക്കെ തരം താഴ്ത്താനും ജനങ്ങളുടെ ഇടയിലുള്ള വിശ്വാസങ്ങളെ ഇല്ലാതെയാക്കാനും ഒക്കെ ശ്രമിക്കുന്നവരുണ്ടാവാം. ലൈലത്തുൽ ഖദ്ർ പോലും അത് എന്നാണെന്ന് തർക്കമുണ്ട്. അപ്പൊ എന്നാണെന്ന് തർക്കമുണ്ടായി എന്നത് ഒരിക്കലും പുണ്യത്തിനെ കുറക്കുകയില്ല. മഹത്വമുള്ള ഒരു ദിവസവും മാസവുമാണ് റജബ് മാസവും അതേ പ്രകാരം റജബ് 27 ഒക്കെ എന്ന് നാം മനസ്സിലാക്കുകയും ഉള്ള പുണ്യക്രമങ്ങൾ പുതിയതായൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഉള്ള എല്ലാ മഹത്തായ കാര്യങ്ങൾ ഇത് ചെയ്തുകൊണ്ട്, പ്രത്യേകിച്ച് നോമ്പ്, അയ്യാം മസൂദിന്റെ നോമ്പുണ്ട്. മാത്രമല്ല ആ ദിവസം തന്നെ ഇങ്ങനെയുള്ള ഒരു മഹത്വത്തിന്റെ കാരണത്താൽ നോമ്പുണ്ടെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിലോ സഹീഹുൽ ബുഖാരിയുടെ ഹദീസിലോ ഉണ്ട് എന്നല്ല പറയുന്നത്. അത് തന്നെ വേണമെന്നില്ല നമുക്ക് അമലുകൾ ചെയ്യാൻ. അതുകൊണ്ട് ഇങ്ങനെയുള്ള പുണ്യങ്ങൾ നാം ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള ഒരു മാർഗമായി നാം കാണണം. പല പ്രയാസങ്ങളുള്ളവർ ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട്. അവരുടെ ഒക്കെ പ്രയാസങ്ങൾ അല്ലാഹു നീക്കട്ടെ. നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത അനേകം സഹോദരന്മാരും മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളുണ്ട്. അവരുടെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു നീക്കി സന്തോഷവും റാഹത്തും നാഫിയായ ഇൽമും അള്ളാഹുവിനോടും പ്രവാചകരോടുമുള്ള ദീനിനോടുമുള്ള മഹബത്തും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.